പിന്നെ എനിക്ക് ഓർഡർ എടുക്കാൻ സമയമായി. ഓർഡർ എടുക്കാനാ? ഓ, നല്ല കപ്പയുണ്ട്, തലക്കറിയുണ്ട്, കക്കയുണ്ട്, ഞണ്ടുണ്ട്, നല്ല മൂത്ത കള്ളമുണ്ട്. ഒരു കുപ്പി കള്ളം, ഒരു തലക്കറി. ഇവിടെ ഒരു കുപ്പി കള്ളം, തലക്കറി ഇവിടെ ഇല്ലേ? എന്തോ പെട്ടെന്ന് ഞാൻ ഷാപ്പിൽ നിങ്ങൾ ഓർമ്മയിലായി. കണ്ട ഷാപ്പുകാരന്മാരെയൊക്കെ പാചകം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കോളിയാ. ഷാപ്പ് കറിയൊക്കെ വെച്ച് തരും. ഓ, പിന്നെ ഞാൻ ഒരു കാര്യം പറയാം. എനിക്കിവിടെ പാചകം തുടങ്ങാൻ പറ്റില്ല. ഞാൻ കൊണ്ടൊന്നൊരു പ്രോപ്പർട്ടി കാണാനില്ല. പ്രോപ്പർട്ടി കാണാനില്ല. കല്യാണ വീടാണ്, കൊച്ചു പിള്ളേർ കറങ്ങി തിരിഞ്ഞ് നടക്കണം. പ്രോപ്പർട്ടി സൂക്ഷിച്ചു വെക്കണ്ടേ? ഇത് എവിടെ കൊണ്ടുപോയി? ഞാനേ സംഭവം നമ്മളെ ഈ ചിപ്സ് ഒക്കെ തിളച്ചെണ്ണ ഇങ്ങനെ തോർത്തി എടുക്കാനായിട്ട് കണ്ണാപ്പാ ആദ്യം വലിയ ഒത്തിരി ഹോളുള്ള ഒത്തിരി ഹോളുള്ള വലിയൊരു തവി ഉണ്ടായിരുന്നു. കാണാനല്ലോ, കണ്ടോ? ഓ, അതിന്റെ പേര് കണ്ണാപ്പ എന്നാണ്. ഓ അയ്യോ, ഞാൻ വിചാരിച്ചു തവിയിൽ ഓട്ടോ എന്നും പറഞ്ഞെടുത്ത് വിളയെ കളഞ്ഞു. എന്റെ ദൈവമേ, ഇതൊക്കെ അറിയാ. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ. ഒരു കാര്യം ചേട്ടാ, ഞാൻ ഇന്ന് ഇവിടെ എന്തോന്നുണ്ടാക്കണം? വെജ് വേണോ നോൺ വെജ് വേണോ? അയ്യോ, ആര് വെച്ചാലും കുഴപ്പമില്ല. വായിൽ വെച്ച് കഴിക്കാൻ പറ്റിയ അത് ന്യായം. അത്രേ ഉള്ളൂ. അതെന്റെ അളിയൻ പറഞ്ഞ ന്യായം. അങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ 2 പെമ്പിള്ളേരെ കിട്ടും. ചേരണ്ട അനാവശ്യം പറയുന്നത് വീട്ടിൽ. എല്ലാ കാര്യങ്ങളും അല്ലേ നീ വന്ന് നീ ഒരു പേഴ്സണലായിട്ട് കാര്യം പറയട്ടെ. പേഴ്സണലായിട്ട് ചോദിക്കണോളാം. പേഴ്സ് ഇരിക്കണ ചോദിക്കാം. അതല്ലാന്ന് ഈ പാചകക്കാരനെ എനിക്കറിയാം. ഓ, ഇങ്ങനെ എന്റെ ഒരു കൂട്ടുകാരന്റെ വീട്ടിൽ മുമ്പ് പാചകത്തിന് വന്നിട്ടുണ്ട്. ഇത് ഷാപ്പുകാരനാണ്. അവിടെ വന്നിരുന്ന് ഇവന്റെ കൂട്ടുകാർ എല്ലാം കൂടി പാത്രവും ചട്ടിയും മൊത്തം അടിച്ച് പൊട്ടിച്ച് അവസാനം ആ വീട്ടിലെ ഉടമസ്ഥ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, പൊട്ടിയതും ചളങ്ങിയതൊക്കെ ഇവിടെ കിടക്കട്ടെ, പകരം പുതിയത് വേണം പുള്ളിയിലെത്താൻ. അതിപ്പോ മീൻകറി വെക്കുന്ന ചട്ടി ആയാലും ശരി, പുതിയതായിരിക്കണം. അപ്പൊ എന്നെ ഫർഗീസ് എന്തിനു പറഞ്ഞു? എന്നെ ഫർഗീസ് നേരത്തെ ഡയലോഗ് പറഞ്ഞു, പിന്നെ ഇല്ല. ബാബാ അവിടെ ഇരി, അവിടെ ഇരി. അതാണ് നല്ലത്. വാ ഓ ഇവിടെ ഇരുന്നോ കേട്ടാ. പിന്നെ എനിക്ക് ഒരുപാട് പണിയുണ്ട്, കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പിന്നെ നോക്കിക്കോളാം. ഒരു കട്ട കുടിച്ചാലാ? തീർച്ചയായും. വാ. സായികുമാർ മോഹൻലാലും കൂടെ പോയി ചായ കുടിച്ച് വരി. പിന്നെ എന്നെ അവിടെ പുള്ളിയുടെ അടുത്ത് കുറ്റം പറയണത് ഞാൻ കേട്ടു. എന്താന്ന്? ഞാനേ അവാർഡ് വെച്ചിട്ടുള്ള പാചകക്കാരാണ്, ഏറ്റവും നല്ല പാചകക്കാരനുള്ള അവാർഡ് മേടിച്ചിട്ടുള്ള ആളാ. എന്ന് എന്റെ ഊഹം ശരിയാണെങ്കിൽ 1943 ആണെന്ന് തോന്നുന്നു. അന്ന് നീ ജനിച്ചാ? അതില്ലേ പറഞ്ഞ തോന്നണം. തോന്നൽ. ഒരു കാര്യം ചെയ്യ്, കുറച്ച് നാരങ്ങ കുടിച്ചിട്ട്. കുറച്ച് നാരങ്ങ കുടിച്ചോ. ഇത് നേരത്തെ ഇവിടെ ഇരിക്കുന്നു പൊടി. ഇല്ല, നല്ലതാണെന്ന്. ഇത് പൊടിയെന്ന്. ഇല്ലാന്ന് കുടിച്ചു നോക്കുന്നു. എടാ, ഇത് പൊടി. കാര്യം പറഞ്ഞ എന്തുവാടാ എന്താ എന്തുവായതെന്ന് ഇത് നിങ്ങൾക്കറിയത്തില്ല. എന്താ എന്റെ അടുത്താ ചോദിച്ചു? അതല്ല, ഇതിന്റെ വില എത്രയാണെന്ന് നിനക്കറിയോ? ഇതിന്റെ വില എത്രയാണെന്ന് അറിയാമോന്ന്? ഇതെത്ര വിലയാണെന്ന് എന്റെ പൈസ ഒന്നും ഇല്ല. എടാ, ഈ സാരിയുടെ വില എത്രയാണെന്ന് നിനക്കറിയാമോന്ന്? സാരിയാ, അതിപ്പോ ഞാൻ തുടച്ചു തരാം. ഓ, കേക്കാത്ത മറ്റി നിക്കണ് തുടയ്ക്കാൻ വേണ്ടി. അങ്ങോട്ട് അകത്തോട്ട് കാണാൻ കയറിപ്പോ. ഞാൻ തുടച്ചു കൊടുക്കാണോ? ഞാൻ ഒന്നും ചെയ്തില്ല. നിങ്ങൾ ആളിയപ്പോ ഉണ്ടായിരുന്നു, നിങ്ങൾ മണ്ട അടിച്ച് പൊട്ടിക്കായിരുന്നു. ഞാനൊരു എല്ലാ വീട്ടിലും കാണും ഇതുപോലത്തെ ചില ദുരന്തങ്ങൾ.